ഒറ്റ വണ്ടി ഓടുന്നില്ല അല്ലേ? കുപ്പിവെള്ളം മേടിക്കാനും ഒറ്റ കടയും തുറന്നിട്ടില്ല. അപ്പാവി വെള്ളത്തിന്റെ കാര്യം വല്ലതും നടക്കുവോ? വെള്ളത്തിന്റെ കാര്യോ? എടോ കുടിവെള്ളത്തിന്റെ പ്രശ്നം. നോ രക്ഷ സാറേ. ബിവറേജിൽ 2 വരെ സാധനങ്ങൾ ഇറക്കി കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ ഈ അപ്പാർട്ട്മെന്റിൽ മാത്രം കുടിക്കാനും കുളിക്കാനും ഒരു തുള്ളി വെള്ളമില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സാറേ. എന്തിന്? വെള്ളം എത്തിക്കാൻ. ട്രൈ ചെയ്. ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരറവ. സാറിന്റെ സുവിശേഷം കേട്ട് നിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കുറച്ച് തിരക്കുണ്ട്. പോലെ ഇന്നലെ ഇവിടെ നിന്റെ കൂടെ ഒരു പെണ്ണ് കിടക്കുന്നുണ്ടല്ലോ, സത്യത്തിൽ ആരാ അത്? പെണ്ണോ? എന്റെ കൂടെയോ? ഞാനാ ടൈപ്പൊന്നുമല്ല. ഏത് ടൈപ്പാന്നൊന്നും എന്നെ പഠിപ്പിക്കണ്ട. പെണ്ണേതാന്ന് പറ. സാർ ആള് കൊള്ളാമല്ലോ. അപ്പൊ സാറ് തൽപര കക്ഷിയല്ലേ? ആണെങ്കി വഴിയുണ്ടാക്കാം. എപ്പോ? എങ്ങനെ? ഏത് ടൈപ്പാ സാറിന് വേണ്ടത്? എന്റെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് ഇവിടെ? എല്ലാ ടൈപ്പും എടുക്കും. നീ എല്ലാ ടൈപ്പും എടുക്കുന്നവനാന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അസോസിയേഷന്റെ അടുത്ത മീറ്റിംഗ് വരട്ടോ, നിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. സാറെ ചതിക്കല്ലേ? സാറിന് മാത്രമായിട്ട് 2 ബക്കറ്റ് വെള്ളം അറബിക്കടലിൽ നിന്നാണെങ്കിലും ഞാൻ കൊണ്ടുതരാം. എന്റെ അച്ഛനും കൊണ്ട് കൊടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യ്, ആ കുഞ്ഞിനെ ഒന്ന് വിളിച്ചേ. ഒന്ന് വേഗം വിളിക്ക്. വിളിക്കണേ. സ്പീക്കർ ഇടും. എടുക്കണില്ലല്ലോ. കുഞ്ഞേട്ടാ ഞങ്ങളാ മക്കളെ. പൊളിച്ചില്ലേ? അവളിവിടെ പൊളിക്കാണ് എന്റെ കുഞ്ഞ. പൊളിക്കാനുള്ള ഞാൻ അവളെ കൂടെ തന്നത്. പൊളിയല്ല ഈ പൊളി. ഇവിടെ മൊത്തത്തിൽ സീന. എന്തൊരു സീൻ? അവള് രാവിലെ എഴുന്നേറ്റ് കൂകി വിളിച്ച് അപ്പാർട്ട്മെന്റ് ആകെ അലമ്പാക്കി. കൂലി വിളിക്കാനോ? അങ്ങനെ വരാൻ വഴിയില്ല. നിങ്ങളൊക്കെ വല്ല വെള്ളം കൊടുത്തായിരുന്നോ? എന്റെ കുഞ്ഞേട്ടാ, അതിന് കൊടുക്കാൻ ഇവിടെ പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. ആ വെള്ളമല്ല, ഡ്രിങ്ക്സ് മദ്യം കൊടുത്താന്നു. കാലത്ത് തന്നെ 2 ഡ്രൈ ആയിട്ട് അവളെ പൂശിയത്. ചതിച്ച നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? അതൊക്കെ മദ്യം കൊടുക്കാൻ പാടില്ല. അവള് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ വൈലന്റ് ആണ്. അതിലുപരി ഭയങ്കര തറയുമായിരിക്കും. ഞാനത് പറയാനും മറന്നുപോയി. അതെ, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. അവളെ ഏതെങ്കിലും മുറിയിലിട്ട് പൂട്ട്. 3-4 മണിക്കൂർ പറ്റിറങ്ങും. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം. ഇനി ഒരു തുള്ളി മദ്യം പോലും കൊടുക്കലേട്ടാ. പിള്ളേര് പണിയാണ്. എന്താ ചേച്ചി? എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട്? പിന്നെ എന്താ ഇവിടെ ഒരു പെണ്ണിന്റെ ഒച്ച കേട്ടത്? പെണ്ണാ ഈ ചേച്ചി? എന്താ പറയണ? അതല്ല, നിങ്ങള് ബാച്ചിലേഴ്സ് ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. എപ്പോഴാ നിങ്ങളുടെയൊക്കെ വഴിതെറ്റാന്ന് പറയാൻ പറ്റില്ല. ഈ പിള്ളേരുടെ ഒരു കാര്യം നിങ്ങൾക്ക് മാറിക്കാൻ ഞാൻ ഇവിടെ തൂക്കട്ടെ. ചേച്ചിക്ക് ഇന്ന് ഫുൾ റെസ്റ്റാ. അലക്ക്, തൊട, അടി തുടങ്ങിയ എല്ലാ ജോലികളും ഇന്ന് ഞങ്ങൾ ചെയ്യും. നീ അകത്ത് പോയിട്ട് അവൾ അണ്ണാക്കി നീ കുഞ്ഞിനെ ഒന്നുകൂടെ വിളിച്ചേ. പുറപ്പെട്ടോന്നറിയാലോ. ഹലോ. ഭവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓ, മതി പ്രാർത്ഥിച്ചത്. അവരെത്താറായി. നീ പോയി തുണി മാറ്. ഈ തുണിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അതെ, ഇവിടെ നടക്കുന്നത് ഫാഷൻ ഷോ അല്ല, മോളുടെ കല്യാണ നിശ്ചയമാണ്. കല്യാണ നിശ്ചയം അത് തന്നെയാ ഞാനും പറഞ്ഞേ. ഈ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി അമ്മായി കളിക്കൊന്നും എന്നെ കിട്ടത്തില്ല. ഇതേ മോഡേൺ ലുക്കാ. അതിന് ലുക്കാൻ നീയല്ലല്ലോ പെണ്ണ്, നിന്റെ മോളല്ലേ. ഏതാണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി വരുന്ന ആൾക്കാര് ഞാൻ അവളുടെ ചേച്ചിയാന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. കുഴപ്പമില്ല. രണ്ടാളും ഇവിടെ ചൊല്ലിക്കൊണ്ട് നിന്നോ? അമ്മേ അമ്മേ നല്ല മോളെ ചേച്ചിന്ന് വിളിക്കേ. അച്ഛാ, ഇതുവരെ ബ്യൂട്ടീഷ്യൻ വന്നില്ല. ബ്യൂട്ടീഷ്യൻ ഉടനെ തന്നെ എത്തും. ഞാൻ അയാളെ കുറെ നേരമായി വിളിക്കണേ. മോളൊരു കാര്യം ചെയ്യും, ഈ അമ്മ ചേച്ചിനെ വിളിച്ചിട്ട് അകത്തേക്ക് പോകും. അമ്മച്ചി വിരിച്ചെഴുതിയത് അമ്മ ചേച്ചി. ഒരു തമാശ. വാ മോളെ. ഭഗവാനെ കൃഷ്ണ, വരുന്ന ഏതെങ്കിലും കഴുതകൾക്ക് അവളെ ഇഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് പോണേ. മരണോ? ഇറങ്ങിയോ? എങ്ങോട്ടാ? സുധാരൻ മോലാളിയുടെ ഫ്ലാറ്റിലേക്ക്. അവിടെ ആരാ മരിച്ചത്? അവിടെ ആരും മരിച്ചിട്ടില്ല. വഴിയിൽ വെച്ച് ഹർത്താലുകാരുടെ കൈകൊണ്ട് ഞങ്ങൾ മരിക്കാതിരിക്കാനാ ഈ മരണം എന്ന ബോർഡ് വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? മരണമാസ ഐഡിയ. വലിയ സെറ്റപ്പാണെന്ന് കാണിക്കാനാ സുധാകരൻ ഇവിടെ വെച്ച് മോളുടെ നിശ്ചയം നടത്തുന്നത്. പണ്ട് ബസ് സ്റ്റാൻഡിൽ ഇഞ്ചി മുട്ടായി വിറ്റോണ്ട് നടന്നിരുന്നവനാ. ഇരട്ടി വെളുത്തപ്പോഴേക്കും
നിധി ഒരെണ്ണം കിട്ടി. അപ്പൊ പിന്നെ മുതലാളിയായി സുധാകരൻ മൊയിലാളി. നമ്മളാരാണാവോ? വകയിലെ ഒരു അമ്മാവനാ. ഓസിന് നക്കാൻ വരുമ്പോഴെങ്കിലും ആ വാ കൊണ്ടൊരു നല്ല വാക്ക് പറഞ്ഞുകൂടെ എന്റെ അമ്മാവാ? ഇല്ലെങ്കിൽ ഇളകി അങ്ങ് പോകും. അതെ, ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടാ? മുള്ള മുട്ടിയിട്ട് തൊണ്ട പൊട്ടി. കാരണവർക്ക് പ്രായത്രയായിട്ട് മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടാന്ന് അറിഞ്ഞൂടല്ലേ? എടോ അതല്ല, അതെനിക്കറിയാം. ഇത് കക്കൂസേ മറപ്പുര. അതെവിടാന്ന് പറ. അത് മുകളിൽ സുധാകര മുതലുള്ള ഫ്ലാറ്റ് ഉണ്ട്. എന്താ അത് പറഞ്ഞാ പോരായിരുന്നോ? തൊണ്ട പൊട്ടിയിട്ട് വയ്യ, വേഗം പാടി. ഇയാള് മൂത്രം ഒഴിക്കുന്ന തൊണ്ടേ കൂടെയാണോ? അമ്മാവനാ എന്തോന്ന് ഫ്ലാറ്റിന് സുധാകരൻ? നിനക്കൊരു 2 നിലയുടെ മോളിൽ കൂടെ പോയി താമസിച്ചൂടായിരുന്നു? നടന്ന് ഓടി ഇരുന്നും പടികൾ കയറി ഒക്കെ ക്ഷീണിച്ചു, നടുവ് ഓടിച്ചു. പിന്നെ ഈ കക്കൂസ് എവിടാ? അല്ല കക്കൂസ് തൊണ്ട പൊട്ടിയിട്ട് ഇപ്പൊ വെള്ളം ചാടും. മറിക്ക്. അയ്യോ, വഴിയിലൊക്കെ വീടരുതേ. അയ്യോ, അയ്യോ, എന്തൊരു നാറ്റം. ഓ, എന്താ സുധാര ഇത്? കാലടി ബസ് സ്റ്റാൻഡിന്റെ കക്കൂസ ഇതിനേക്കാൾ ഭേദാ. ഓ, എന്തൊരു നാറ്റമാ. മൂക്കും വായും പൊത്തി ആ മുള്ളി തീർത്ത്. അതെ, വെള്ളം തീർന്നു പോയി, അതുകൊണ്ടാ. സെറ്റപ്പാണെന്ന് പറഞ്ഞപ്പോ സുധാരാ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചല്ലേടി. ആരാണ്ട് നാട്ടിൽ പറയുന്ന കേട്ടു, സുധാകരന്റെ ബാത്റൂമിൽ കയറിയാ മതി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് അപ്പി ഇടിയിപ്പിച്ച് തരുന്ന യന്ത്രം ഉണ്ടെന്ന്. ആ യന്ത്രം ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയാ സുധാരാ നേരമില്ലാത്ത നേരത്ത് നിന്റെ മോളുടെ നിശ്ചയത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇത്ര കഷ്ടപ്പെട്ടാ നീ ഇവിടെ കഴിയുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഇത് കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അതിപ്പോ വെള്ളം പെട്ടെന്ന് സ്റ്റോപ്പ് ആയി പോയി. അല്ലെങ്കിൽ ഇപ്പൊ കൊലത്തിയാന്. ഞങ്ങളെ പുറത്ത് നിൽക്കാം. ഇതിനകത്ത് നിന്നാലേ ചിലപ്പോ ശ്വാസം മുട്ടി ചത്തു. വാടി. എന്റെ വായിലിരിക്കുന്ന നിങ്ങളുടെ അമ്മാവൻ കേക്കും. നീ തൽക്കാലത്തേക്ക് ചടങ്ങ് കഴിയുന്നവരെ വാ തുറക്കണ്ട. ആ ക്ലോസറിനേക്ക് നാറ്റായിരിക്കും. നിങ്ങളായിരുന്നാ? പിന്നെ ഓടാൻ നോക്കിയേ. അയ്യോ, മുങ്ങാൻ നോക്കുന്നോ? ഞാനാ ടൈപ്പല്ല. അതിരിക്കട്ടെ ലേഡീസ്, എന്താണ് ഇങ്ങനെ എല്ലാരോടും ഒരുമിച്ച്? തന്നെ ഒന്ന് കാണാൻ കണ്ടല്ലോ, ഇനി ഞാൻ പോയിക്കോട്ടെ. ഇങ്ങനെ കണ്ടാ പോരാ, വിശദമായിട്ട് കാണണം. അയ്യോ, ഞാനാ ടൈപ്പല്ല. ടൈപ്പും ടൈപ്പ് ഏടോന്നും ഞങ്ങൾക്ക് അറിയണ്ട. വെള്ളം എവിടെ? ഓ, വെള്ളം ഇപ്പൊ കടലിലുണ്ട്, കായലുണ്ട്, പുഴയിലുണ്ട്, തോട്ടിലുണ്ട്, കിണറ്റിലുണ്ട്, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ പൈപ്പിലുണ്ടോ? പിന്നെ ഇവിടുന്നൊക്കെ വെള്ളം പൈപ്പ് വഴിയാണല്ലോ വരുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടോന്നാ എന്റെ ചോദ്യം. ഇതെന്താ PSC പരീക്ഷ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയിപ്പിക്കണത്? എന്തോ ആക്ച്വലി നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? വെള്ളം വേണം. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ പരിപാടി മുടങ്ങിയിരിക്കുക. നമ്മൾ എന്ത് കാര്യത്തിനും വിദേശികളെ അനുകരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇന്നത്തേക്കൊന്ന് പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോഴൊക്കെ വെള്ളം വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തിക്കും. പൊന്നമ്മയുടെ ഭർത്താവ്. തന്റെ ഭർത്താവ് അത് നിങ്ങളുടെ വീട്ടിലെ കാര്യമോ? എന്റെ വീട്ടിൽ ഞാനാ ഭർത്താവ്. ഷീ ഈസ് മൈ വൈഫ്. എന്താ സംശയമുണ്ടോ? അതല്ലല്ലോ നമ്മുടെ വിഷയം. താനേ ഈ അപ്പാർട്ട്മെന്റ് സെക്രട്ടറിയാ. അതായത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ആള്. വെള്ളം തീർന്നിട്ട് ഇത്ര നേരമായി, എന്താ വെള്ളം വരാത്തത്? അതെ, ഈ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഞാൻ മടിയിൽ നിർത്തി ടാങ്കിലേക്ക് ഒഴിക്കല്ല. ടാങ്കർ ലോറിൽ വന്നാലേ എനിക്ക് ടാങ്കിലേക്ക് അടിക്കാൻ പറ്റൂ. അത്ര എനിക്കിപ്പോ പറയാൻ പറ്റൂ. ഇയാളോട് വർത്താനം പറയല്ലേ. നോ ഡോണ്ട് തൊട്ടുകളി കൊണ്ടാ. വെള്ളം വന്നിട്ട് പോയാ മതി. ഞാൻ ഇവിടെ നിന്നാ വെള്ളം വരൂലെന്നേ. അപ്പാവി, ഞാൻ അപ്പാവിനെ കൊണ്ട് ആ ടാങ്കർ സുരേന്ദ്രൻ ഒന്ന് വിളിപ്പിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങള്. ഓ, രക്ഷപ്പെട്ടു. ജിമ്മ, നീ ഇതെവിടെ പോയി? 1+2 = 3 എന്നാണല്ലോ. എന്നിട്ട് വെള്ളം ഉണ്ടായിരുന്നു അവിടെ? ഈ വെള്ളമൊക്കെ ഇവിടെ എന്നാ ഉണ്ട്? മിടുക്കൻ. ചെല്ലി. ഓക്കെ. ഓ ദൈവമേ, ആരാണാവോ? ഹലോ സെക്രട്ടറി, ഇത് എവിടെ പോയി കിടക്കുക? എവിടെയും പോയിട്ടില്ല മാഡം, വെളിക്കിരിക്കുക. വെളിയിലിരിക്കുകയാണെന്ന്. ഇവിടെ വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല. ആ, ഇവിടെ എല്ലാം ഉണ്ട്. ഓപ്പൺ എയറാ. ഇടക്കൊരു കൊതുകുണ്ട്. മനുഷ്യനിവിടെ എരിവിൽ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ തമാശ പറഞ്ഞ് കളിക്കുകയാണോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് മാഷേ? ഞങ്ങൾക്ക് വെള്ളം വേണം. ഞാൻ വല്ല റഷ്യ സിംഗനായിരുന്നെങ്കിൽ യാഗം നടത്തി വെള്ളം കൊണ്ടുവരായിരുന്നു. ഇത് ഞാൻ കേവല സെക്രട്ടറി അല്ലേ മാഷേ? അതുവരെ ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഒന്നും പോകണ്ടേ? ഇത് പിടിച്ചു വെക്കാൻ പറ്റുന്ന സാധനമാണോ? പിന്നെ വെള്ളം ഉണ്ടാക്കലല്ലേ എന്റെ ജോലി. എന്തൊക്കെ ചെയ്യണം? ഇനി കാലുമിർത്തി അപ്പിടിക്കണമെന്ന് പറയോ? സാർ വല്ലതും പറഞ്ഞിരുന്നോ? അയ്യോ, ഒന്നുമില്ലേ. ഞാൻ ഈ മയിൽക്കുറ്റിയായിട്ട് സംസാരിച്ചാണ്. അതാവുമ്പോ തിരിച്ചൊന്നും പറയില്ലല്ലോ. വട്ടായിന്നാ തോന്നണേ. ആ, അതെടാ വട്ടാടാ.